നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ഫരിസേയരും കുറച്ചു പേരും കൂടി ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, സീസറിന് നികുതി കൊടുക്കുന്നത് നല്ലതാണോ എന്ന്, അല്ലെങ്കിൽ നികുതി കൊടുക്കാമോ എന്ന്. തികച്ചും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സീസറിന് നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ യഹൂദജനം എതിരാകും, കൊടുക്കണം എന്ന് പറഞ്ഞാൽ യഹൂദരും, കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ റോമാക്കാരും റോമൻ സാമ്രാജ്യവും അവന് എതിരാകും. ഏത് തന്നെ ഉത്തരം പറഞ്ഞാലും അവനെ കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിലേക്ക് കടത്തിവിടുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അവർ ഈശോയുടെ അടുത്ത് ചെന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കേട്ട ഈശോ അവരോട് ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ നാണയം അല്ലെങ്കിൽ ഈ പണം കാണിക്കുക, അതിലെ രൂപവും ലിഖിതവും ആരുടേതാണ്? ചില ബൈബിളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള ഛായയും സദൃശ്യവും ഏതാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ നാണയത്തിൽ ഉണ്ടായിരുന്ന രൂപം എന്ന് പറയുന്നത് സീസറിൻ്റെ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതേ വചനം, ബൈബിളിലെ ഇതേ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ലും 27-ലുമാണ്. ഇതിൽ ഇപ്രകാരം പറയുന്നു, സ്നേഹപിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് ആദത്തെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈശോ ഇവിടെ ഫരിസേയരോട് ചോദിക്കുകയാണ്, ഈ നാണയത്തിൻ്റെ രൂപം എന്താണ്, ലിഖിതം എന്താണ് എന്ന്. ഇത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ്, ഇത് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടത് അത് മനുഷ്യന് അവകാശമായി മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അവകാശി മനുഷ്യനായി തന്നെ മാറുകയാണ്. എന്നാൽ ദൈവം സൃഷ്ടിച്ചത് അത് ദൈവത്തിൻ്റെതായിട്ട് മാറുകയാണ്. ഒരു പക്ഷേ ഈ നാണയത്തിൻ്റെ അവകാശി സീസർ ആയിരിക്കാം. എന്നിരുന്നാലും നിന്റെ മേലുള്ള അവകാശം അത് സീസറിനല്ല ഉള്ളത്, മറിച്ചു ഇതിൻ്റെ അവകാശി എന്ന് പറയുന്നത് നിന്നെ സൃഷ്ടിച്ചവനാണ്, ദൈവമാണ്, സ്നേഹപിതാവായ ദൈവമാണ്. അതുകൊണ്ട് നീ സീസറിന് കൊടുക്കുവാൻ എന്താണോ കടപ്പെട്ടിരിക്കുന്നത് അത് നിനക്ക് സീസറിന് തന്നെ കൊടുക്കണം. എന്നാൽ നീ ദൈവത്തിന് കൊടുക്കാൻ കടപ്പെട്ടത് എന്താണോ അത് തീർച്ചയായിട്ടും നീ ദൈവത്തിന് തന്നെ കൊടുക്കണം എന്ന്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇവിടെയാണ് നമ്മുടെ ജീവിതവും മാറി മറിയേണ്ടത്. ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷം വായിച്ചു കേട്ട വ്യക്തികൾക്ക് ഇത് ഒന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും, അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ടത് മറ്റുള്ള വ്യക്തികൾക്കും തന്നെ കൊടുക്കണം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നീ വാരി കൂട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഏറെ നാൾ നീ സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കും എന്ന് കരുതുമ്പോൾ പോലും നിന്റെ മേലുള്ള അവകാശം അത് ദൈവത്തിനുള്ളതാണ്. ഒരുപക്ഷെ നിന്റെ സമ്പത്തിന് മേലെ നിനക്ക് അവകാശമുണ്ടാകും. എന്നാൽ അത് എത്ര നാൾ ഉണ്ടാകുമെന്നോ അത് എപ്രകാരം നിനക്ക് അത് വിനിയോഗിക്കാൻ സാധിക്കുമെന്നോ നിനക്ക് യാതൊരു ഉറപ്പുമില്ല. മറിച്ചോ നിന്നിലുള്ള ഒരേ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്, ഞാൻ ദൈവപുത്രനാണ്, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ഈ ലോകത്തിൽ വേറെ ആർക്കും അവകാശപ്പെടാൻ സാധിക്കത്തില്ല. മറിച്ചു
അത് ദൈവത്തിന് തന്നെയാണ് അവകാശപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ സാധിക്കത്തില്ല. ഞാൻ തന്നെ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിനെ എത്രമാത്രം കാരുണ്യത്തോടുകൂടെ ദൈവം സ്വീകരിക്കണമെന്നോ എത്രമാത്രം സ്നേഹിക്കണമെന്നോ അത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്, നാം അല്ല. ഈ